വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇലക്ട്രോണിക്സ് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് സോൾഡറിങ് അയൺ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു വയർലെസ് സോൾഡറിങ് അയണാണ്. നമുക്ക് ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ വയർലെസ് സോൾഡറിങ് അയൺ കിട്ടുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ 1000, 1200, 1500 രൂപയ്ക്കകത്തൊക്കെ വിലയുള്ളതാണ്. പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി വളരെ കുറവായിരിക്കും. പക്ഷേ ഇത് ബാറ്ററി ലൈഫും കുറവായിരിക്കും. ഇതിന് ബാറ്ററി ലൈഫും നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്, ക്വാളിറ്റി നല്ല കൂടുതലുള്ളതാണ്. ഇതിൻ്റെ ക്വിക്ക് TS1 എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ, ക്വിക്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ TS1 എന്ന് പറയുന്നൊരു മോഡലാണ്. ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയാണ് ഇതിനകത്ത്. കൂടാതെ തന്നെ വളരെ പോർട്ടബിളാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. ടൈപ്പ് C കേബിൾ വെച്ചിട്ട് നമുക്ക് നമ്മുടെ നോർമൽ മൊബൈൽ ചാർജറിൽ നമുക്ക് ചാർജ് ചെയ്യാം. 10 വാട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. 340 ഡിഗ്രിയോളം നമുക്കിത് ചൂടും കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ ഇതിൻ്റെ ബിറ്റിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വയർലെസ് ആണ് എന്നുള്ളതൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് തുറന്ന് കാണാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു 3000, 3200 ആ റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ആമസോണിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സെയിം സാധനം തന്നെ, ആമസോണിൽ ഇത് ഇല്ലെന്ന് തോന്നുന്നു, അല്ലാതെ നമ്മൾ ഓൺലൈൻ സൈറ്റിൽ നോക്കുകയാണെങ്കിൽ സെയിം സാധനം തന്നെ നിങ്ങൾക്ക് ഒരു 4000, 5000 ആ റേഞ്ചിലൊക്കെ പല വിലയ്ക്കും കിടപ്പുണ്ട്. പക്ഷേ ഇത് നമുക്ക് വളരെ ഇതിൽ കിട്ടും. കാര്യം ഇവിടെ ഇറങ്ങുന്നതിൽ ക്വാളിറ്റിയുള്ള വയർലെസ് സോൾഡറിങ് അയണാണിത്. അപ്പോൾ ഇത് ലൈഫ് ലോങ് ഇലക്ട്രോണിക്സ് ബാലരാമപുരം അവിടെ അവൈലബിൾ ആണ്. ഒരു 3000, 3200 ആ റേഞ്ചാണ് ഇതിൻ്റെ ഒരു വില വരുന്നത്. നിങ്ങൾക്ക് കറക്റ്റ് ഇതിൻ്റെ ഒരു വില നിങ്ങൾക്ക് ഡയറക്റ്റ് അവരുടെ അടുത്ത് തന്നെ ചോദിക്കാവുന്നതാണ്. ഇവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ഒരു സ്വിച്ച് വരുന്നത്. ഈ സ്വിച്ച് ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് ഓൺ ആവും. ഇവിടെ ഒരു ചെറിയൊരു OLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്വിച്ചിലോട്ട് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ആവും. കണ്ടില്ലേ, ഇത് ഓണായിട്ട് എത്ര ഡിഗ്രി ചൂടാകുന്നു എന്നുള്ളത് അതിനകത്ത് ആ ഒരു കുഞ്ഞ് ഡിസ്പ്ലേ ആണ്. ആ ഡിസ്പ്ലേക്കകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ഇത്രയും ചെറുതാണ്. അപ്പോൾ നമുക്കിത് ഡിസ്പ്ലേ ചെറുതായതുകൊണ്ട് തന്നെ ഫോണിൻ്റെ ക്യാമറയിൽ കറക്റ്റായിട്ട് ഫോക്കസ് ആവുന്നില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ പെട്ടെന്ന് ചൂടാവും എന്നുള്ളതാണ്. നമ്മൾ സാധാരണ കറണ്ടിൽ കൊടുക്കുന്നതാണെങ്കിൽ നമ്മളൊരു 5 മിനിറ്റ്, ചിലപ്പോൾ 4 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഒക്കെ ഇരിക്കേണ്ടി വരും. ഇത് വളരെ സ്പീഡിൽ നമുക്ക് ചൂടാവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സോൾഡറിങ് ലെഡ് എടുക്കുമെങ്കിൽ തന്നെ ലെഡ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതിന് ബാറ്ററി ലൈഫ് കൂടുതലാണ്. 2400 mAh ആണ് ഇതിൻ്റെ ഒരു ബാറ്ററി തന്നെ വരുന്നത്. 2300 mAh ആണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. നമ്മൾ ഓണാക്കി അപ്പോൾ ഇത് ചൂടാകുന്നുണ്ടോ നമുക്ക് ജസ്റ്റ് നോക്കണ്ട. ജസ്റ്റ് നമ്മളൊന്ന് ഓണാക്കി ജസ്റ്റ് ഒരു മിനിറ്റ് പോലും ആയില്ല. അപ്പോഴത്തേക്കും തന്നെ നമ്മളിത് ചൂടായി. കണ്ടോ, നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്കിത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. കറണ്ട് വേണ്ട എന്നുള്ളതാണ്. നമുക്ക് വളരെ പോർട്ടബിളായിട്ട് കയ്യിൽ കൊണ്ട് നടക്കാമെന്നുള്ളതാണ്. സത്യം ഞാൻ ഇത് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിനി കൊടുക്കണോ വേണ്ടതെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. തിരിച്ച് ക്യാഷ് കൊടുത്ത് ഇങ്ങനെ വാങ്ങിയാലോ ആലോചിക്കുന്നുണ്ട്. കാര്യം നമുക്കിത് വളരെ ഈസിയായി കൊണ്ട് നടക്കാൻ പറ്റും. ഇതിനകത്തൊരു ലിഥിയം അയൺ ബാറ്ററിയാണ് വരുന്നത്. നമ്മൾ നോർമലി കടയിൽ വാങ്ങാൻ കിട്ടുന്ന ലിഥിയം അയൺ ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. ക്വാളിറ്റിയുള്ള ബാറ്ററിയാണ്. അപ്പോൾ ഇത് ബാറ്ററിക്ക് എന്തെങ്കിലും ഇതിലൊരു പ്രശ്നം പറ്റണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററിക്ക് ആയിരിക്കും പ്രശ്നം പറ്റുള്ളൂ. നമുക്ക് തുറന്നിട്ട് ആ ബാറ്ററി ഒന്ന് റീപ്ലേസ് ചെയ്യുമ്പോൾ അത് ശരിയാവും എന്നുള്ളതാണ്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് നിങ്ങൾ കാണാൻ തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിലൊന്ന് സോൾഡർ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു കയ്യിൽ ക്യാമറ ഉണ്ട്, അതാണ് ഒരു പ്രശ്നമായിട്ടുള്ളത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്ത് കാണിക്കാം നിങ്ങളെ. പറ്റുമെന്ന് പറഞ്ഞോളാം, നോക്കാം. ഒരു കയ്യിൽ ക്യാമറ ഉള്ളതാണ് ഒരു പ്രശ്നമായിട്ടുള്ളത്. വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാര്യം ഒറ്റയ്ക്കാണ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം. നല്ല രീതിയിൽ ചൂടാവും. ഞാൻ നേരത്തെ ആ ഡിസ്പ്ലേ തന്നെ കണ്ടില്ലേ എത്ര ഡിഗ്രി എന്നുള്ളത് കണ്ടില്ലേ. 420 ഡിഗ്രിയാണ് ഇപ്പോൾ ഇവിടുത്തെ ചൂട് ഇതിനകത്ത് കാണിക്കുന്നത്. 450 എന്നാണ് അവർ എഴുതിയിട്ടുള്ളത്. അത്രയൊന്നും ഇല്ല, 420 ഡിഗ്രി നമുക്ക് കിട്ടും. മതിയല്ലോ. നമ്മുടെ ഒരു ചെറിയ ആവശ്യത്തിന്, പെട്ടെന്നൊരു ആവശ്യം നമുക്ക് കാണാൻ വേണ്ടി ഇതൊക്കെ മതിയാവും. ഇതിൻ്റെ ഹീറ്റ് കണ്ടില്ലേ, ഇത് ഉരുവെന്നായിട്ട് കാണാം. നമ്മളിപ്പോൾ ബോർഡുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ബോർഡിൽ സോൾഡർ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ അഡീഷണൽ 2 ബിറ്റ് അവർ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഈസിയായിട്ട് ബിറ്റ് മാറ്റാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്താൽ മതി. എന്നിട്ട് അടുത്ത ബിറ്റ് എടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ താഴോട്ടാക്കിയാൽ മതി. ഇത്രയാണ് ബിറ്റ് കണക്ട് ചെയ്യുന്നത്. ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇത്രയും തന്നെയാണ്. വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്, ഉപകാരപ്രദമായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ബിറ്റ് മാറ്റിയിട്ട് നമ്മളൊന്ന് ഓൺ ചെയ്തു. ഇപ്പോൾ 420 ഡിഗ്രിയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് സോൾഡർ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം.
അപ്പോൾ നിലവിൽ എനിക്ക് ഒരു കയ്യിൽ ക്യാമറ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ലെഡ് എടുത്ത് വെച്ച് സോൾവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഞാനിതൊന്ന് വളരെ സ്പീഡാണ്, നല്ല രീതിയിൽ ഹീറ്റ് ആവുന്നുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കും. കണ്ടില്ലേ, വളരെ ഇപ്പോൾ അതിൽ 10 വാട്ടാണെന്നുള്ളൊരു വ്യത്യാസം അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ സോൾഡറിങ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. കണ്ടേ, ഒന്ന് ടൈം ഡിലേ പോലും വരുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ചെറിയ ഇപ്പോൾ 30 വാട്ടൊക്കെ ആണെങ്കിലും 40 വാട്ടൊക്കെ ആണെങ്കിലും എങ്ങനെയാണോ വർക്ക് ആവുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് വർക്ക് ചെയ്യാനായിട്ടും സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ടെക്നീഷ്യന്മാർക്ക് വളരെ ഉപകാരപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നൊരു നല്ലൊരു സോൾഡറിങ് ആയിട്ട് ഇത് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലൈഫ് ലോങ് ഇലക്ട്രോണിക്സിനെ കോൺടാക്ട് ചെയ്യാം. കാര്യം നിങ്ങളുടെ ഓർഡർ അനുസരിച്ചിട്ടായിരിക്കും അവരത് എടുത്തു തരുന്നത്. അത്യാവശ്യം വിലയുള്ളതുകൊണ്ട് അവർ സ്റ്റോക്ക് ചെയ്യുന്നില്ല. കാര്യം എത്ര പേര് എടുക്കും എങ്ങനെയാണെന്നുള്ളത് അറിയില്ലല്ലോ. കണ്ടില്ല, വളരെ സ്പീഡായിട്ട് നമുക്കിത് സോൾഡറിങ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ കൂടാതെ നമുക്കിത് മൊബൈൽ ചാർജറിൽ മാത്രമല്ല, നമ്മുടെ കയ്യിലുള്ള പവർ ബാങ്കിൽ ഇപ്പോൾ 10,000 mAh 20,000 mAh പവർ ബാങ്കുകളൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനെ ടൈപ്പ് സി കേബിൾ യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഒരു ഉപകാരപ്രദമായിട്ടുള്ള കാര്യം തന്നെയാണ്. നല്ലൊരു സോൾഡറിങ് അയൺ തന്നെയാണ് ഈ ഒരു സോൾഡറിങ് അയൺ. കൂടാതെ പവർ ബാങ്കിൽ ഇത് ചാർജ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മുടെ പവർ ബാങ്ക് ഇവിടെ ഇരിപ്പുണ്ട്. പവർ ബാങ്കിൽ നമുക്കൊന്ന് ചാർജ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ്, പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുന്നതാണ്. അതൊന്ന് കണക്ട് ചെയ്തിട്ട് കണ്ടില്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തു. കണക്ട് ചെയ്യുന്ന സമയത്ത് ചാർജ് കയറുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതിൽ ഫോക്കസിങ് പിടിക്കുന്നില്ല ഫോണ്. അപ്പോൾ വേണ്ട, നമുക്ക് പവർ ബാങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്കിത് ചാർജ് ചെയ്യാം. അങ്ങനെ ഒരു ഗുണവും കൂടെ ഉണ്ട്. അപ്പോൾ നല്ല കാര്യമാണ്. കാര്യം ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കും കൂടാതെ തന്നെ കറണ്ടില്ലാത്ത അവസ്ഥയൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു വർക്ക് തീർക്കാനൊക്കെ ഇത് ഉപകാരപ്പെടും എന്നുള്ളതാണ്. കൂടാതെ ഞാനിപ്പോൾ ഇത് ഓണാക്കിയിട്ട് ഏകദേശം അരമണിക്കൂറായി. കാര്യം ചെറിയ ബിറ്റ് വെച്ച് നമുക്ക് ഞാൻ നേരത്തെ ആദ്യം കാണിച്ചൊരു ബിറ്റ് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണത്. ഈ മൊബൈൽ ടെക്നീഷ്യന്മാർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ബിറ്റാണ് ഇത്. നമുക്ക് അത്യാവശ്യം നമ്മുടെ സാധാരണ 30 വാട്ടിൽ 40 വാട്ടിലൊക്കെ വരുന്ന ടൈപ്പ് സോൾഡറിങ് അതിന് ചൂടാകുന്ന പോലെ പെട്ടെന്ന് ചൂടാവും. അത് ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടാകുന്നതല്ല സോൾഡറിങ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ചെറുതാണെങ്കിൽ നമ്മൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ നമുക്കിത് വളരെ ഈസി ആയിട്ട് നമുക്കിത് സോൾവ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നെ ബാറ്ററി ലൈഫ് അടിപൊളിയാണ് ഇതിൻ്റെ. ഞാനിത് ഓണാക്കിയിട്ട് തന്നെ ഏകദേശം അരമണിക്കൂറിൽ കൂടുതലായി. അരമണിക്കൂർ ഞാൻ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓണാക്കിയിട്ട് അരമണിക്കൂറിൽ കൂടുതലായിട്ടും ഒരു കട്ട പോലും ബാറ്ററി കുറഞ്ഞിട്ടില്ല എന്നുള്ളത് ഇതിൻ്റെ എടുത്തു പറയാവുന്നൊരു പ്രത്യേകത തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇത്രയും ഇങ്ങനെ ഹെവി ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ബാറ്ററി ലൈഫ് ഭാവിയിൽ കുറയാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ബാറ്ററി നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ലിഥിയം അയൺ ബാറ്ററിയാണ് വരുന്നത്. നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ടൈപ്പ് ബാറ്ററി തന്നെയാണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. ആ ഒരു വ്യത്യാസമുണ്ട്. എന്നാൽ പോലും നമുക്ക് മാർക്കറ്റിൽ കിട്ടാവുന്ന ബാറ്ററി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് മാറ്റാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഓക്കെ, നല്ലൊരു പ്രോഡക്റ്റാണ്. നല്ല ബാറ്ററി ലൈഫ് കിട്ടുന്ന, പെട്ടെന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. 30 വാട്ട് 40 വാട്ട് പോലെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഹീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ചൂടാക്കി നമുക്ക് സോൾഡറിങ് പരിപാടി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ലൈഫ് ലോങ് ഇലക്ട്രോണിക്സിനെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.